അതിഥിയുടെ ഫ്ലവറിന് ഉള്ളിലത്തെ ഇതളുകൾക്ക് കുറച്ചിങ്ങനെ വെരിഗേഷൻ പോലെയുണ്ട്. പൂക്കളുടെ ഇതളുകളുടെ അറേഞ്ച്മെന്റ് കാണുമ്പോൾ നമുക്ക് വഡ്സാനയുടെ കുറച്ച് ചെറിയൊരു സാമ്യം തോന്നുന്നുണ്ട്. എല്ലാവരും എപ്പോഴും ആദ്യം ഫസ്റ്റ് തുടങ്ങുമ്പോൾ വില കുറഞ്ഞത് നട്ട് തുടങ്ങുക അങ്ങനെ വിചാരിക്കും, ഫസ്റ്റ് നടാൻ പേടിച്ചിട്ട്. അങ്ങനെ ചെയ്യാതെ നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റി ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റി നോക്കി നട്ട് തുടങ്ങണം ചെയ്തത്. നമ്മളുടെ ഉള്ള വെറൈറ്റിയിൽ നിന്ന് ട്യൂബർ എടുക്കും, അത് കൊടുത്ത് പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു വരുമാനം കൊണ്ട് നെക്സ്റ്റ് ട്യൂബർ വാങ്ങും. നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അവർ പോട്ടഡ് പ്ലാന്റ്സ് ആയിരിക്കും. ഇതുപോലെ നമ്മളെപ്പോലുള്ള ഒരു നട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവർ ട്യൂബേഴ്സ് ബൾക്കായിട്ട് എടുത്തിട്ട് അവർ നട്ട് പിടിപ്പിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് ഐഡിയ അറിയാൻ പറ്റണമെന്നില്ല. ഹായ് ഫ്രണ്ട്സ്, യേശൂസ് ഗാർഡനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊന്നൊരു പുതിയ വെറൈറ്റി വിരിഞ്ഞു. അതിഥി എന്നാണ് ആ വെറൈറ്റിയുടെ പേര്. അതിഥി ഫസ്റ്റ് ഫ്ലവറാണ്. കേശുക്കൂട്ടൻ അത് വിരിയിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡാർക്ക് കളറാണ് അതിഥിയുടെ ഫ്ലവേഴ്സിന്. നന്നായിട്ട് ബ്ലൂമിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നുന്നത്. ഒരുപാട് മൊട്ടുകൾ ഒരുമിച്ച് വരുന്നുണ്ട്. ഇപ്പം ഈ അടുത്ത് മാർക്കറ്റിൽ ഇറങ്ങിയേക്കുന്നതിൽ അതിഥി, മാരിഗോൾഡ്, കാംലിയ അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റികൾ ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നല്ലൊരു വെറൈറ്റി തന്നെയാണ് അതിഥി. നല്ല റെഡ് ഷെയ്ഡ് ഉണ്ട്, അതുപോലെ ഇലകളുടെ അടിയിലും റെഡ് ഷെയ്ഡ് വന്നിട്ടുണ്ട്, റെഡ് ഇലകൾക്ക് വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലവറാണ്. ആദ്യം കുറേ ബഡ്ഡുകൾ വന്നു. അപ്പം ആ വെയിലും മഴയും എല്ലാം മാറി മാറി വന്ന സമയത്ത് ആ ബഡ്ഡുകളെല്ലാം കുറേശ്ശെ കരിഞ്ഞു പോയി. അതിന് ശേഷം ഒരു 4-5 ബഡ് കരിഞ്ഞു പോയ ശേഷം പിന്നെ വന്ന ബഡാണ് നമുക്ക് മെച്ചുവേർഡായിട്ട് കിട്ടിയത്. ആ പൂവാണ് ഇപ്പം നമ്മൾ വിരിയിച്ചേക്കണത്. ഒരു ബഡും കൂടി ഇതേ വിരിയിക്കാനായിട്ട് ഹോൾ ഓപ്പണായി നിൽക്കുന്നുണ്ട്. അതിഥിയുടെ ഫ്ലവറിന് ഉള്ളിലത്തെ ഇതളുകൾക്ക് കുറച്ചിങ്ങനെ വെരിഗേഷൻ പോലെയുണ്ട്. പൂക്കളുടെ ഇതളുകളുടെ അറേഞ്ച്മെന്റ് കാണുമ്പോൾ നമുക്ക് വഡ്സാനയുടെ കുറച്ച് ചെറിയൊരു സാമ്യം തോന്നുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും വ്യത്യാസമുണ്ട് കേട്ടോ ഫ്ലവർ. ആ ഒരു ഉള്ളിലത്തെ ലെയർ കാണുമ്പോൾ നമുക്ക് അതുപോലെ തോന്നിക്കുന്നുണ്ട്. മുട്ടുകളൊക്കെ നല്ല ഡാർക്ക് ഷെയ്ഡാണ്, നല്ല ബ്രൗൺ പോലത്തെ കളറിലാണ് മുട്ടുകൾ വന്നേക്കുന്നത്. ഈ പ്ലാന്റ് നമ്മൾ വാങ്ങിച്ചത് രഞ്ജിത്ത് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ നിന്നായിരുന്നു. ആ ചേട്ടൻ നമുക്ക് റണ്ണർ പിടിപ്പിച്ച് അത്യാവശ്യം ഗ്രോത്ത് ആയ ശേഷം നമുക്ക് തന്നതായിരുന്നു ഈ പ്ലാന്റ്. അപ്പോൾ തന്നപ്പോഴേ നല്ല ഇലകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിത് വേറെ വലിയ പോട്ടിലേക്ക് വെച്ച് അതിന് ശേഷം ഇപ്പോൾ ഒരുപാട് ബഡ്ഡുകളെല്ലാം വന്ന് പ്ലാന്റ് നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. ഇത് നല്ല ബ്ലൂമറാണ്. നമുക്ക് അതേ ഒരുപാട് ചെറിയ ചെറിയ മുട്ടുകൾ വരുന്ന സ്റ്റാൻഡിങ് ലീഫിനെല്ലാം ചെറിയ ചെറിയ മുട്ടുകൾ വന്ന് നിൽപ്പുണ്ട്. പുതിയ വെറൈറ്റി കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും അതിഥി വാങ്ങി നട്ടോളൂ കേട്ടോ. നന്നായിട്ട് പൂക്കുന്നുണ്ട്. അതിഥിയുടെ സീഡ് ബോർഡിൻ്റെ ഭാഗം നോക്കിയ ഒരു റെഡ് ഷെയ്ഡ് വന്നിട്ടുണ്ട് അറ്റത്തായിട്ട്. പിന്നെ ഇതളുകൾക്ക് വെരിഗേഷൻ വന്നിട്ടുണ്ട്. ഇതളുകൾ ഇത്രയും ഭാഗം മാത്രമാണ് വെരിഗേഷനുള്ള ഇതളുള്ളത്. അതിന് ശേഷമുള്ളത് നല്ല ഡാർക്ക് കളറുള്ള ഇതളുകളാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇതളുകളുടെ ഷേപ്പും എല്ലാം നല്ല ഭംഗിയുണ്ട്. നമ്മളുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും പിന്നെ നമ്മൾ പുതിയതായിട്ട് താമര വളർത്താൻ ആഗ്രഹമുള്ളവരും അങ്ങനെ എല്ലാവരും തുടക്കക്കാർ അങ്ങനെ ഒരുപാട് പേര് താമര വളർത്തണം, പുതിയ വെറൈറ്റീസ് കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നടുന്ന വിധവും പുതിയ വെറൈറ്റികളെ പറ്റിയെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. താമര വളർത്താൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും നമ്മൾ എല്ലാവരും എപ്പോഴും ആദ്യം ഫസ്റ്റ് തുടങ്ങുമ്പോൾ വില കുറഞ്ഞത് നട്ട് തുടങ്ങുക അങ്ങനെ വിചാരിക്കും, ഫസ്റ്റ് നടാൻ പേടിച്ചിട്ട്. അങ്ങനെ ചെയ്യാതെ നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റി ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റി നോക്കി നട്ട് തുടങ്ങണം. അപ്പോഴേ നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ താമര വളർത്തുമ്പോൾ നമ്മൾ ശരിക്കും
ഒരു സെയിൽ എന്നുള്ള രീതിയിൽ നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് അത്രത്തോളം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നില്ല. നമ്മൾ പൂക്കൾ കാണാൻ നമുക്ക് നമ്മൾ ചെയ്യുന്നതിനോട് നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് പുതിയ വെറൈറ്റി കളക്ട് ചെയ്യാനും ആ പൂക്കൾ കാണുമ്പോഴുള്ള സന്തോഷം, അങ്ങനെ നമുക്കിപ്പോൾ എന്തായാലും നമ്മളൊരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ അതിന് നമുക്ക് ട്യൂബേഴ്സ് കിട്ടും. അപ്പം ആ ട്യൂബർ നമുക്ക് എടുക്കുക, എന്നിട്ട് പുതിയ വെറൈറ്റീസ് നമുക്ക് ഒരെണ്ണം പ്ലാന്റ് ചെയ്ത ശേഷം എക്സ്ട്രാ ട്യൂബേഴ്സ് എന്തായാലും ഉണ്ടാവും. നമ്മളത് സെയിൽ ചെയ്യുക, നമുക്ക് പുതിയ വെറൈറ്റി കളക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങളും അങ്ങനെ തന്നെ കളക്ട് ചെയ്തത്. നമ്മളുടെ ഉള്ള വെറൈറ്റീന്ന് ട്യൂബർ എടുക്കും, അത് കൊടുത്ത് പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു വരുമാനം കൊണ്ട് നെക്സ്റ്റ് ട്യൂബർ വാങ്ങും. അങ്ങനെ ഇപ്പം ഞങ്ങൾ കളക്ട് ചെയ്ത് ഇപ്പോൾ ഒരു 40-40ഓളം വെറൈറ്റി ഇപ്പം ഞങ്ങളുടെ ആയത് അങ്ങനെയാണ്. അപ്പോൾ പുതുതായിട്ട് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും നല്ല ബ്ലൂമേഴ്സ് നോക്കി, ഇപ്പോൾ നമ്മുടെ കമേലിയ, പിങ്ക് ക്ലൗഡ്, അഖില, ഇതൊക്കെ ഡോർമൻസി പോലും എഫക്റ്റ് ചെയ്യാതെ ഇപ്പോഴും നന്നായിട്ട് പൂത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള വെറൈറ്റികൾ ആദ്യമേ വാങ്ങി നട്ട് നോക്കാം. പിന്നെ ട്യൂബറിൻ്റെ വലിപ്പത്തിലും ഒന്നും കാര്യമില്ല. ട്യൂബർ നല്ല ഹെൽത്തി ട്യൂബർ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അടുത്ത മാസം ഡോർമൻസി ഇത് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ തണുപ്പ് കാലം വരുമ്പോഴത്തേനും വളർച്ച ഒന്ന് സ്ലോ ആവുമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി താമരകളുടെ വേറെ ബാധിക്കൊന്നുമില്ല. എല്ലാവർക്കും നടാൻ പറ്റിയ സമയം തന്നെയാണ്, നടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ പ്ലാന്റ് ആ സമയത്ത് ഫ്ലവർ ഉണ്ടാവുന്നതൊന്ന് കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി എല്ലാം ആ സമയത്തും പൂക്കൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും. കുറച്ച് നെക്സ്റ്റ് ബഡ് വരുന്നതിന് കുറച്ചൊരു ടൈം എടുക്കുന്നു മാത്രം, അത് പൂക്കാതിരിക്കൂല. പിന്നെ നമ്മളുടെ ഫസ്റ്റ് ഉണ്ടായിരുന്ന വെറൈറ്റി ഡ്രോപ്പ് ബ്ലഡ്, ഹാർട്ട് ബ്ലഡ്, റെഡ് ഫിലിപ്പ്, അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റീസ് മാത്രമാണ് കുറച്ച് ആ സീസണിൽ മാത്രമാണ് അവർ നന്നായിട്ട് ബ്ലൂം ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അവരുടെ ഫ്ലവേഴ്സ് ഉണ്ടാവില്ലൊന്ന് കുറയും, ലീഫ് മാത്രം ഇട്ട് നിൽക്കും. അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി മാത്രമാണ് ഡോർമൻസി ശരിക്കും എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് വെറൈറ്റീസ്. ബാക്കിയെല്ലാം നമുക്ക് ട്രോപ്പിക്കൽ വെറൈറ്റി എല്ലാം നന്നായിട്ട് നമുക്ക് പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഇന്ത്യൻ ഹൈബ്രിഡേഴ്സ് ഇപ്പോൾ ചെയ്യുന്നതെല്ലാം ഒരുവിധം നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസ് തന്നെയാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അഭിലാഷിനെ പോലെയുള്ളവരെല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റിനനുസരിച്ച് നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റി തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും ഡോർമൻസി ഒന്നും ബാധകമല്ലാത്ത രീതിയിൽ ഏത് സമയത്തും നമുക്ക് നമ്മുടെ മുറ്റത്ത് പൂക്കൾ കാണാൻ പറ്റും. അപ്പം എല്ലാവരും താമര വളർത്താൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും സെലക്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് നല്ല ബ്ലൂമേഴ്സ് നോക്കി തന്നെ സെലക്ട് ചെയ്യുക. അതിപ്പോൾ തായ്ലാൻഡ് വെറൈറ്റി വേണമെന്നില്ല, നമ്മളുടെ ഹൈബ്രിഡേഴ്സ്, നമ്മുടെ കേരളത്തിലെ ഹൈബ്രിഡേഴ്സിൻ്റെ തന്നെ നല്ല വെറൈറ്റികൾ ഒരുപാട് അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നല്ല നല്ല പൂക്കൾ എപ്പോഴും പൂക്കുന്ന വെറൈറ്റി നോക്കി തന്നെ എല്ലാവരും സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അവർ പോട്ടഡ് പ്ലാന്റ്സ് ആയിരിക്കും. ഇതുപോലെ നമ്മളെപ്പോലെയുള്ളവർ നട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവർ ട്യൂബേഴ്സ് ബൾക്കായിട്ട് എടുത്തിട്ട് അവർ നട്ട് പിടിപ്പിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് ഐഡിയ അറിയാൻ പറ്റണമെന്നില്ല. എല്ലാ നഴ്സറി അല്ല, ചില നഴ്സറികൾ ചിലപ്പോൾ ഐഡിയ അറിയാൻ പറ്റുന്നില്ല, ചിലവർ ചിലപ്പോൾ ഐഡിയ കറക്റ്റായിട്ട് പറഞ്ഞു തരും നമുക്ക്. അപ്പം നമ്മൾ അങ്ങനെ വാങ്ങുമ്പോൾ എപ്പോഴും ബഡുള്ള വെറൈറ്റി ആണെങ്കിൽ നമുക്ക് ബഡ് കാണുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ പ്ലാന്റായിട്ട് വാങ്ങുന്ന സമയത്ത് ഐഡി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വാങ്ങണം. നമുക്ക് അങ്ങനെ കിട്ടുമ്പോൾ ചിലപ്പോൾ വല്ല ഹാർഡി വെറൈറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് നട്ട് ചെയ്യുമ്പോൾ നമുക്കത് പൂക്കൾ ഉണ്ടാവണമെന്നില്ല. ഫസ്റ്റ് ആണ് നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചൊരു താമരപ്പൂ കാണണം എന്ന് വിചാരിച്ച് നമ്മൾ ആഗ്രഹിച്ച് ഒരു പ്ലാന്റ് വാങ്ങി നട്ട് കഴിയുമ്പോഴേക്കും അത് പിടിക്കാതെ വരുമ്പോൾ, അതല്ലെങ്കിൽ അത് ഫ്ലവർ ആവാതെ വരുമ്പോൾ നമുക്ക് എന്തോരം വിഷമം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഐഡി കറക്റ്റായിട്ട് ചോദിച്ച് നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റി ആണെന്ന് മനസ്സിലാക്കിയിട്ട് വാങ്ങാൻ ശ്രമിക്കണം എല്ലാവരും. കേശൂസ് ഗാർഡൻ്റെ ഇന്നത്തെ വീഡിയോ, നമ്മുടെ പുതിയ വെറൈറ്റി അതിഥിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കേശൂസ് ഗാർഡൻ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ താമര വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.